നമസ്തേ. ഇന്ന് ഇവിടെ പാരായണം ചെയ്യേണ്ടത് ശ്രീമദ് ഭാഗവതം ദ്വാദശ സ്കന്ധത്തിൽ 7-ാമത്തെ അധ്യായമാണ്. ഈ അധ്യായത്തിൽ വിവരിച്ചിരിക്കുന്നത് അഥർവവേദ വിഭാഗവും പുരാണ ലക്ഷണ വർണ്ണനവും. ശ്രീകൃഷ്ണായ നമോ നമഃ. നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീകൃഷ്ണായ നമോ നമഃ. അഥ സപ്തമോऽധ്യായഃ. സൂത ഉവാച. അഥർവവിദ്സുമന്തുശ്ച ശിഷ്യാമധ്യാപയത്സ്വകാം സംഹിതാം സോऽപിബധ്യായ വേദദർശായ ചോക്തവാൻ. ശൗക്ലായ നിർബ്രഹ്മബലിർമോദോഷപിപ്പലായനി വേദദർശസ്യ ശിഷ്യാസ്തേ പഥ്യശിഷ്യാനഥോ ശൃണു. കുമുദഃ ശുനകോ ബ്രഹ്മൻ ജാജലിശ്ചാപ്യഥർവവിദ് ബഭ്രുഃ ശിഷ്യോധാംഗിരസാ സൈന്ധവായന ഏവ ച. അധീയേതാം സംഹിതേ ദ്വേ സാവർണ്യാദ്യാസ്തഥാ പരേ നക്ഷത്രകൽപശാന്തിശ്ച കശ്യപാംഗിരസാദയ. ഏതേ അഥർവണാചാര്യ ശൃണു പൗരാണികാൻ മുനെ. ത്രയ്യാരുണികശ്യപശ്ച സാവർണിരകൃതവ്രണ. വൈശമ്പായന ഹാരീതൗ ഷഡ്വൈ പൗരാണികാ ഇമേ അധീയന്ത വ്യാസശിഷ്യാഃ സംഹിതാം മൽപിതുർമുഖാത്. ഏകൈകാമഹമേതേഷാം ശിഷ്യഃ സർവാസമധ്യകാം. കശ്യപോऽഹം ച സാവർണി രാമശിഷ്യോ കൃതവ്രണ. അധീമഹി വ്യാസശിഷ്യാച്ഛദശ്രോ മൂലസംഹിതാ. പുരാണലക്ഷണം ബ്രഹ്മൻ ബ്രഹ്മർഷിർഭിർനിരൂപിതം. ശൃണുഷ്വ ബുദ്ധിമാശ്രിത്യ വേദശാസ്ത്രാനുസാരത. സർഗോऽസ്യാഥ വിസർഗശ്ച വൃത്തിരക്ഷാന്തരാണി ച. വംശോ വംശാനുചരിതം സംസ്ഥാം ഹേതുരപാശ്രയ. ദശഭിർലക്ഷണൈർയുക്തം പുരാണം തദ്വിദോ വിദുഃ. കേചിത് പഞ്ചവിധം ബ്രഹ്മൻ മഹദൽപവ്യവസ്ഥയാ. അവ്യാകൃതഗുണക്ഷോഭാൻ മഹതസ്ത്രിവൃതോഹമ. ഭൂതമാത്രേന്ദ്രിയാർത്ഥാനാം സംഭവഃ സർഗ ഉച്യത്തെ. പുരുഷാനുഗൃഹീതാനാമേതേഷാം വാസനാമയ. വിസർഗോയം സമാഹാരോ ബീജാത് ബീജം ചരാചരം. വൃത്തിർഭൂതാനി ഭൂതാനാം ചരണാമാചരാണി ച. കൃത്വാ സ്വേന നൃണാം തത്ര കാമാച്ചോദനയാഭിവ. രക്ഷാച്യുതാവതാരേഹ വിശ്വസ്യാനുയുഗേ യുഗേ. തിര്യങ് മർത്യർഷിദേവേഷു ഹന്യന്തെ യൈസ്ത്രയീദ്വിഷ. മന്വന്തരം മനുർദേവ മനുപുത്രാ സുരേശ്വരാ. ഋഷയോ അംശാവതാരശ്ച ഹരേ ഷഡ്വിധമുച്യത്തെ. രാജ്ഞാം ബ്രഹ്മപ്രസൂതാനാം വംശസ്ത്രൈകാലികോऽന്വയ. വംശാനുചരിതം തേഷാം വൃത്തം വംശധരാശ്ച യേ. നൈമിത്തികപ്രാകൃതികോ നിത്യാത്യന്തികോ ലയഃ. സംസ്ഥേതി കവിഭിഃ പ്രോക്ത ചതുർദ്ധാസ്യ സ്വഭാവത. ഹേതുർജീവോऽസി സർഗാദേരവിദ്യാ കർമ്മകാരക. യം ചാനുശൈനം പ്രാഹുരവ്യാകൃത ഉദാവരേ. വ്യതിരേകാന്വയോ യസ്യ ജാഗ്രസ്വപ്നസുഷുപ്തിഷു. മായാമയേഷു തദ്ബ്രഹ്മ ജീവവൃത്തിഷ്വപാശ്രയ. പദാർത്ഥേഷു യഥാ ദ്രവ്യം സന്മാത്രം രൂപനാമസു. ബീജാദിപഞ്ചതാന്താസു ഹ്യവസ്ഥാസു യുധായുധം. വിരമേത യഥാ ചിത്തം ഹിത്വാ വൃത്തിത്രയം സ്വയം. യോഗേന വാ തദാത്മാനം വേദേഹായ നിവർത്തതേ. ഏവം ലക്ഷണലക്ഷ്യാണി പുരാണാനി പുരാവിദ. മുനയോ അഷ്ടാദശ പ്രാഹു ക്ഷുല്ലകാനി മഹാന്തിജ.
ब्राह्मं पात्मं वैष्णवं च शैवं लैङ्गं सगारूढं नारदीयं भागवतमाग्नेयं स्कान्दसंज्ञितम् भविष्यं ब्रह्मवैवर्तं मार्कण्डेयं स वामनं वाराहं मात्स्यं कौर्मं च ब्रह्माण्डाख्यमिति त्रिषट् ब्रह्मन्निदं समाख्यातं शाखाप्रणयनं मुने शिष्यशिष्यप्रशिष्याणां ब्रह्मतेजो विवर्धनं श्रीहरे नारायण हरि ओं तत्सत् इति श्रीमद्भागवते महापुराणे पारमहंस्यां संहितायां 12स्कन्धे 7मोऽध्यायः सर्वत्र गोविन्दनामसङ्कीर्तनं गोविन्द गोविन्द।